അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവ ദിനത്തിൽ അരങ്ങേറിയ പ്രതിഷേധം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് മൊത്തത്തിൽ നാണക്കേടായി എന്ന വിലയിരുത്തലാണ് വകുപ്പിനുള്ളത്. ഡിവിഷൻ നിലനിർത്താൻ കഴിയില്ലെങ്കിൽ ഇക്കാര്യം മുൻകൂട്ടി രക്ഷിതാക്കളെ അറിയിക്കണമായിരുന്നു. എന്നാൽ സ്കൂളിലെ പ്രഥമ അധ്യാപികയ്ക്കടക്കം ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. 8ാം ക്ലാസ് വരെ അവിടെ സ്ഥിരമായി പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല എന്നും ഇങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷം ഒരു നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാക്കിയതിനെതിരെ നമ്മൾ അധ്യാപകരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നിലവാരം പോരുന്ന തരത്തിൽ അധ്യാപിക നടത്തിയ പ്രതികരണം തെറ്റാണ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഇതേ സ്കൂളിലാണ് കുട്ടികൾ പഠിച്ചത്. കുട്ടികളുടെ നിലവാരം ഉയർത്തേണ്ട ഉത്തരവാദിത്തം അധ്യാപകർക്കാണെന്നും DD പറഞ്ഞു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാലയമാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് നിലവാരമില്ല എന്ന് ഒരു അധ്യാപകനും പറയാൻ പാടില്ല. കാരണം നമ്മുടെ അധ്യാപകർ കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കി അവരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ശരിയല്ല. സംഭവത്തിൽ പ്രഥമാധ്യാപികയോട് ഡെപ്യൂട്ടി ഡയറക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിനിടയിൽ സ്കൂളിലെ പ്രഥമാധ്യാപിക സ്ഥലം മാറി പോവുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.